ഹായ്, നമുക്കൊരു പുതിന ചട്നി അരയ്ക്കാനാണ് കേട്ടോ. മെയിൻ താരം പുതിനയാണ്. അതിൽ ഒന്നോ രണ്ടോ മല്ലിയില പെട്ടോണ്ടൊന്നും കുഴപ്പമില്ല. പക്ഷെ എന്നാലും മെയിൻ പുതിന ഇല നന്നായി കഴുകി ഇങ്ങനെ കുറച്ച് ചെറിയ തണ്ടൊക്കെ ഉണ്ടാവും, അങ്ങനെ അതെടുക്കുക. ഇതിന് ഒരു പിടി തേങ്ങ, ഒന്നോ രണ്ടോ പച്ചമുളക്, കുറച്ച് ഇഞ്ചി. തേങ്ങയൊക്കെ ഒരു പിടിയേ വേണ്ടൂ. ഇത് കുറച്ച് നല്ലോണം ക്വാണ്ടിറ്റി വേണം കേട്ടോ. പിന്നെ തൈര്, ഉപ്പ്. ഇനി ഇതൊന്നങ്ങോട്ട് അരച്ചെടുക്കുക. വെള്ളം വേറെ ഒന്നും ചേർക്കണ്ട. ഇതിന്നൊരു ഇത്രയും പുതിനയ്ക്കും ഈ തേങ്ങയ്ക്കുമായിട്ട് ഒരു 2 സ്പൂൺ, 3 സ്പൂണോളം കട്ട തൈരാട്ടോ. ഇതാ കണ്ടോ, ഈ തൈര് ചേർത്ത് നന്നായി ഒന്നങ്ങോട്ട് മയത്തിൽ അരച്ചെടുത്താൽ നല്ലൊരു പുതിന ചട്നിയായി. വയറിന് നല്ല സുഖമാണ്. കാരണം ഇഞ്ചിൻ്റെ പച്ചമുളകുണ്ട്. പുതിന വളരെ നല്ലതാണ് നമ്മുടെ ഡൈജഷനും. കുറേശ്ശെ വാടുകയൊക്കെ ചെയ്തിരുന്നു. മാക്സിമം നല്ല ഫ്രഷ് കിട്ടിച്ചാൽ ഓക്കെ. അല്ലെങ്കിൽ ഇതിപ്പോൾ ഇങ്ങനെ ഒരു ചട്നി ഉണ്ടാക്കിയാൽ ഇതിൽ ഈ തൈരുള്ളത് കൊണ്ട് ഇത് 3 ദിവസം വരെയൊക്കെ ഇരിക്കും കേട്ടോ, ഒരു കേടുമില്ലാതെ. ഓക്കേ, അരച്ച് കാണിക്കാം. അപ്പം അതാ നമ്മുടെ പുതിന ചട്നി റെഡി. കണ്ടോ, നല്ല ചട്നി കേട്ടോ. എന്ത് നല്ലൊരു ഫ്രാഗ്രൻസ് അറിയോ. നല്ല ചട്നിയാണ്. നമുക്ക് ദോശയോ മസാല ദോശയൊക്കെ കഴിക്കുമ്പോൾ, ഇങ്ങനെയൊരു ചപ്പാത്തി ഒക്കെ കഴിക്കുമ്പോൾ, ചപ്പാത്തിയുടെ കറിയോ മസാല ദോശയുടെ മസാലയൊക്കെ അതിൻ്റെ പുറമെ ഇങ്ങനെയൊരു ചട്നി ഉണ്ടെങ്കിൽ വെരി ടേസ്റ്റി. നല്ല സുഖമാണ് വയറിനും. അതെ, ഒരു അപ്സെറ്റും ഉണ്ടാവില്ല. കാരണം അത്രയും പുതിനയും ഇഞ്ചിയും ഒക്കെ ഉണ്ടല്ലോ, തൈരും. ഓക്കേ.